കണ്ണൂർ കായലോട് യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികളായ 2 പേർ വിദേശത്തേക്ക് കടന്നു. 4-ാം പ്രതി സുനീർ, 5-ാം പ്രതി സക്കറിയ എന്നിവരാണ് രാജ്യം വിട്ടത്. ഇവർക്കായി അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് പ്രതികൾ വിദേശത്തേക്ക് കടന്നത്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ഫെലിക്സ്, പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുള്ള, പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള 2 പേർ എങ്ങനെയാണ് അന്വേഷണം നടക്കുന്ന സമയത്ത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞത്? ആര്യ, ഈ കേസിൽ ഈ യുവതിയുടെ ആൺസുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 5 പേർക്കെതിരെ കേസെടുത്തത്. അതിൽ 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീടുള്ള 2 പേർ ഈ കേസ് എടുത്ത സമയത്ത് തന്നെ, അതായത് കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് തന്നെ ഇരുവരും വിദേശത്തേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത്. ഏതായാലും അവർക്കായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് അന്വേഷണം ശക്തമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഏതായാലും ഈ കേസിലെ വളരെ നിർണായകമായ പ്രതികളാണ് ഈ സക്കറിയയും ഒപ്പം 4-ാം പ്രതി സുനീറും. അവരെയും കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ നിർണായകമായ 2 പ്രതികളാണ് ഇപ്പോൾ രാജ്യം വിട്ട് പോയിട്ടുള്ളത്. അവരെവിടെയുണ്ട് എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ പോലീസിന് കൃത്യമായൊരു വ്യക്തതയില്ല. അന്വേഷണം അത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കേസിൽ 3 പേർ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ആ സമയത്താണ് ഈ 2 പേർ ഈ രാജ്യം വിട്ടിട്ടുള്ളത്. SDP വ്യക്തമാക്കുന്നത് ഇപ്പോൾ പ്രതിപ്പട്ടികയിലുള്ള 5 പേരിൽ 4 പേർ തങ്ങളുടെ പ്രവർത്തകരാണ്, ഒരാൾ പ്രവർത്തകരല്ല എന്നതാണ്. നേരത്തെ 3 പേർ അറസ്റ്റിലായിരുന്നു. അവർ 3 SDP പ്രവർത്തകരാണ്. ഇപ്പോൾ രാജ്യം വിട്ടതിൽ ഒരാൾ SDP പ്രവർത്തകനാണ്, മറ്റൊരാൾ തങ്ങളുടെ പാർട്ടിക്കാരല്ല എന്നതാണ് ഇപ്പോൾ SDP വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ 2 പേർ രാജ്യം വിട്ടിട്ടുള്ളത്.